ഹായ് ഡിയേഴ്സ്, അപ്പോൾ നമ്മളിന്ന് റെഡിയാക്കാൻ പോകുന്നത് ഗാർലിക് ചിക്കനാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഗാർലിക് ചിക്കൻ നമുക്ക് ഫ്രൈഡ് റൈസിൻ്റെ കൂടെയും ചപ്പാത്തി, പൊറോട്ട ഇതിനെല്ലാം സൂപ്പർ കോമ്പിനേഷൻ ആയിട്ടുള്ളൊരു ഡിഷാണ്. അപ്പോൾ ചില്ലി ചിക്കനായിട്ട് വളരെ കുറച്ച് വ്യത്യാസമാണ് ഗാർലിക് ചിക്കനുള്ളൂ. അപ്പോൾ ഇതെങ്ങനെ റെഡിയാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. അതിന് 1 kg ചിക്കൻ എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് 2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കുക. നന്നായിട്ടൊന്ന് പേസ്റ്റ് ആക്കിയിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. പിന്നീട് നമുക്ക് സോയാ സോസ് നമുക്ക് ഇട്ട് കൊടുക്കാം. ഒരു 1 ടീസ്പൂൺ സോയാ സോസ് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ സോയാ സോസിൽ ഉപ്പുള്ളത് കൊണ്ട് തന്നെ നമുക്ക് പിന്നീട് ഇതിലേക്ക് നോക്കിയിട്ട് ഉപ്പിട്ടാൽ മതിയാവും. പിന്നെ 2 ടീസ്പൂൺ പെപ്പർ പൗഡർ ഇട്ട് കൊടുക്കുക. നമ്മുടെ എരിവിനനുസരിച്ച് നമുക്ക് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 1 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നീട് നമുക്കിതിലേക്ക് വേണ്ടത് ഗ്രീൻ ചില്ലി സോസാണ്. ഇത് നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുക്കുക. ഞാനിവിടെ ഒരു 1 ടീസ്പൂൺ ഗ്രീൻ ചില്ലി സോസ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നീട് നമുക്ക് ഇതിലേക്ക് വേണ്ട മെയിൻ ആയിട്ടുള്ളൊരു ഇൻഗ്രീഡിയൻ്റ് ആണ് കോൺഫ്ലവർ. അപ്പോൾ കോൺഫ്ലവർ നമ്മൾ ഒരു 1.5 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ആണ് നമ്മളിവിടെ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ 1.5 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നീട് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മൈദ ഇട്ട് കൊടുക്കുക. പിന്നീട് നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂൺ ലെമൺ ജ്യൂസാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ ലെമൺ ജ്യൂസ് ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് വിനീഗർ ഒഴിച്ചു കൊടുത്താലും മതിയാവും. പിന്നീട് ഞാൻ ഇതിലേക്ക് കുറച്ച് ഫുഡ് കളർ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഓപ്ഷണലാണ്. നമുക്ക് ഇഷ്ടമല്ലാന്നുണ്ടെങ്കിൽ നമുക്കത് സ്കിപ്പ് ചെയ്യാം. പിന്നെ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊരു 1 ഹവറെങ്കിലും മിനിമം റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കണം. നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം റെസ്റ്റ് ചെയ്യാനായിട്ട്. ഇപ്പോൾ 1 ഹവർ കഴിഞ്ഞിട്ടുണ്ട്. നമ്മളിത് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ ചിക്കനെല്ലാം നന്നായിട്ട് ഫ്രൈ ചെയ്തെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ നമ്മളൊരു ബൗളിലേക്ക് ഇട്ടതിന് ശേഷം 1 ഗ്ലാസ് നോർമൽ വാട്ടർ ഒഴിച്ച് നമ്മളിതൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ചിക്കനിൽ ഒഴിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിതുപോലെ മിക്സ് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഗാർലിക് ചിക്കൻ റെഡിയാക്കാനായിട്ട് തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്തിരിക്കുന്ന ഓയിലിൽ നിന്നും ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഗാർലിക്കാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ഗാർലിക് ആണല്ലോ. അപ്പോൾ നമ്മളത് ചെറുതായിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് ഒന്ന് ബ്രൗൺ കളർ ആവുന്നിടം വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. അപ്പോൾ ഒരു 2 ടേബിൾ സ്പൂണോളം എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് കുറച്ച് സെലറി നമ്മൾ അരിഞ്ഞത് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ സെലറി ഗാർലിക് ചിക്കൻ്റെ മെയിൻ ആയിട്ടുള്ളൊരു ഫ്ലേവർ കൊടുക്കുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. അപ്പോൾ അതാരും സ്കിപ്പ് ചെയ്യാണ്ട് നോക്കുക. പിന്നെ ഇതിലേക്ക് ഒരു ക്യാപ്സിക്കം, പിന്നെ ഒരു മീഡിയം സൈസ് സവാള ഇതുപോലെ ഒരു മീഡിയം സൈസിൽ കട്ട് ചെയ്തിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കുക. അതിന് ശേഷം 1 ടീസ്പൂൺ സോയാ സോസ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ക്യാപ്സിക്കം ഒന്നും ഒത്തിരി വഴറ്റണം എന്നില്ല. 1 ടീസ്പൂൺ ചില്ലി പൗഡർ ഇട്ട് കൊടുക്കുക. അപ്പോൾ ക്യാപ്സിക്കം സവാളയൊക്കെ ജസ്റ്റ് ഒന്ന് വഴറ്റിയാൽ മതിയാവും. അതിനുശേഷം നമ്മൾ ഇത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മുടെ എരിവിനനുസരിച്ച്. പിന്നെ 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുക്കുക. ടൊമാറ്റോ സോസ് എല്ലാം നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത്ര ഇട്ടതിന് ശേഷം നമ്മൾ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ജസ്റ്റ് ഒന്ന് വഴറ്റി കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഒരു ടീസ്പൂൺ വൈറ്റ് വിനീഗർ ഇട്ട് കൊടുക്കാം. അതായത് സുറുക്ക ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ സുറുക്ക ഒഴിച്ചു കൊടുത്ത് ജസ്റ്റ് ഒന്ന് വഴറ്റിയതിന് ശേഷം നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന ചിക്കൻ്റെ പീസസ് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിന് ശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച കോൺഫ്ലവറിൻ്റെ വാട്ടർ ഇട്ട് കൊടുക്കുക. അത് ഒഴിച്ചതിന് ശേഷം നമ്മളിതിലേക്ക് വീണ്ടും 1 ഗ്ലാസ് വാട്ടറും കൂടെ ഒഴിച്ചു കൊടുക്കാനായിട്ട് പോവുകയാണ്. അങ്ങനെ നമ്മൾ ടോട്ടൽ 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇപ്പോൾ. അപ്പോൾ നന്നായിട്ടൊന്ന് തിളയ്ക്കുന്നിടം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മളത് ഇപ്പോൾ തന്നെ കഴിക്കാനാണെങ്കിൽ നമുക്ക് ഈ ഒരു കൺസിസ്റ്റൻസി കറക്റ്റാണ്.
അപ്പോൾ നന്നായിട്ടൊന്ന് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് ഇതിൻ്റെ തിക്നെസ്സൊക്കെ കറക്റ്റ് തിക്നെസ്സാണ്. അപ്പോൾ നമ്മളിത് കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ് കഴിക്കുന്നതെന്നുണ്ടെങ്കിൽ ഇത് കുറച്ചും കൂടെ ഇരുന്നൊന്ന് സെറ്റായിട്ടിരിക്കും. അപ്പോൾ നമ്മളിത് ലൂസാക്കാനായിട്ട് നമ്മൾ ആവശ്യത്തിന് നന്നായിട്ട് തിളച്ച വെള്ളം ഒരു ഒരു ഗ്ലാസ്സോളം ആഡ് ചെയ്ത് കഴിയുമ്പോൾ അത് കറക്റ്റ് കൺസിസ്റ്റൻസിയിലേക്ക് വരും. അപ്പോൾ നമ്മുടെ ഗാർലിക് ചിക്കൻ ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ലാസ്റ്റ് കുറച്ച് ഒരു സെലറി ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് ഗാർണിഷ് ചെയ്തെടുക്കാം. അപ്പോൾ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഗാർലിക് ചിക്കൻ ഇവിടെ റെഡിയാണ്. അപ്പോൾ ഇത് നമ്മുടെ ഫ്രൈഡ് റൈസിൻ്റെ കൂടെയും ചപ്പാത്തി, പൊറോട്ട ഇതിനെല്ലാം വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കോമ്പിനേഷനാണ്. അപ്പോൾ ഈ സിമ്പിൾ റെസിപ്പി എല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്. Thank you.